എവരിവൺ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓണം കുഴപ്പമില്ലായിരുന്നു. അപ്പം ആക്ച്വലി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓണം സദ്യ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതെന്തോ ഓണം സദ്യ പൊതിച്ചോറ്. ഓഫ് കോഴ്സ് ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഓണസദ്യയൊക്കെ ബാക്കിയുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് വാഴയില മേടിച്ചപ്പോൾ അത് കുറച്ച് എക്സ്ട്രാ വന്നു. അല്ലെങ്കിൽ ഇവിടെ വാഴയിലക്കൊക്കെ നല്ല വിലയാണ്, കിട്ടാൻ കുറച്ച് പാടാം. സോ അങ്ങനെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു നമുക്കൊരു പൊതിച്ചോറുണ്ട്. അത് പൊതിച്ചോറ് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. സോ പൊതിച്ചോറ് റെഡിയാക്കാം. സോ അങ്ങനെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇതിനകത്ത് ഇരുന്നിട്ട് ഇതിൻ്റെ ഇലയുടെ ഒക്കെ എസൻസ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് ആഫ്റ്റർ സം ടൈം ഇത് കഴിക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു സ്മെല്ല്, ഇലക്കകത്തുള്ള സ്മെല്ലില്ല, അത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് തരണേ തന്നെയാണ്. സോ അപ്പം കഴിക്കാം. നാട്ടിൽ ഓർമ്മ വരുന്നു. പരിപ്പൊക്കെ ഒഴിച്ച് കുറച്ച് മുട്ട ഇച്ചിരി അവിടെ നിന്നെടുത്ത് കൊള്ളാം. മസൽ നമ്മുടെ ആ ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഇലയുടെ ആ ഒരു ഫ്ലേവർ, അത് ഒരു രക്ഷയില്ല. ഓണം കഴിഞ്ഞ് പൊതിച്ചോറ് കഴിച്ചപ്പം ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാൻ ഈ ബാക്കി പൊതിച്ചോറും കഴിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.